ഏവർക്കും നമസ്കാരം. ഞാൻ ഫുട്ബോൾ കളിയിലൂടെയല്ല, പന്തിൻ്റെ പിന്നാലെയല്ല ഞാൻ പോകുന്നത്. ആ ഫുട്ബോളിൻ്റെ അല്ലെങ്കിൽ ആ ഫുട്ബോൾ നമ്മിലേക്ക് ഉരുണ്ട് വന്ന ആ ചരിത്രങ്ങളിലേക്കാണ്. ആദ്യം ഫിഫ കപ്പാണ് ഇപ്പോഴത്തെ, അല്ലേ? ഇതിനു മുമ്പ് മറ്റൊരു കപ്പായിരുന്നു. അതേത് കപ്പാണ്? അതിനെപ്പറ്റിയും ഞാൻ പറയാം. ഫസ്റ്റ് ഫിഫയുടെ ഫുൾ ഫോം എന്താണ്? നിങ്ങൾ പറയും ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ അസോസിയേഷൻ എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. അതല്ല ഫിഫ. എന്നാൽ ഫിഫ എന്നത് ഒരു ഫ്രഞ്ച് നെയിമാണ്. ഫിഫയുടെ ഔദ്യോഗിക പേര് ഫ്രഞ്ചിലാണ്. ഫെഡറേഷൻ ഇൻ്റർനാഷണലെ ദ ഫുട്ബോൾ അസോസിയേഷൻ, അതാണ് ഫിഫയുടെ ചുരുക്കപ്പേര്. ചിന്തിക്കുക, നിങ്ങൾ ഫിഫ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഫുൾ ഫോം. ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഫുട്ബോൾ എന്നാണ്. ഫുട്ബോൾ അസോസിയേഷൻ എന്നല്ല, അതിൻ്റെ ഇംഗ്ലീഷ് വരുന്നത് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഫുട്ബോൾ എന്നാണ്. ഇത് പറഞ്ഞാൽ എങ്ങനെയാണ് ഫിഫയാകുന്നത്? ഫിഫ എന്നല്ല വരുന്നത്. എന്തായിരിക്കും വരുന്നത്? ഫിഫയ്ക്ക് പകരം ഇഫാഫ് എന്നായിരിക്കും വന്നേനെ, അല്ലേ? നിങ്ങളാരും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇഫാഫ് എന്ന് വരാതെ ഫിഫ എന്ന് വന്നത്? ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറയാതെ അസോസിയേഷൻ ഫുട്ബോൾ എന്നാണ് അതിൽ വരുന്നത്. അസോസിയേഷൻ ഫുട്ബോൾ എന്നത് ഒരു സംയുക്തമായ പദമാണ്. 19-ാം നൂറ്റാണ്ടിൽ റഗ്ബി ഫുട്ബോളിൽ നിന്ന് വേർതിരിച്ചറിയാൻ ഈ കളിയെ അസോസിയേഷൻ ഫുട്ബോൾ എന്ന് വിളിച്ചിരുന്നു. പിന്നീട് അതിൽ നിന്നാണ് സോക്കർ എന്ന പദവും ഉണ്ടായത്. ഫെഡറേഷൻ ഇൻ്റർനാഷണലെ ദ ഫുട്ബോൾ അസോസിയേഷൻ, അത് ഫ്രഞ്ച് നെയിമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് നെയിമാണ് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഫുട്ബോൾ എന്നത്. ഫിഫയുടെ ഒരു സിമ്പിളായിട്ടുള്ള അർത്ഥം പറയുകയാണെങ്കിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ അസോസിയേഷനുകളുടെ ഫെഡറേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതെന്നാണ് സ്ഥാപിതമായത്? 1904 മെയ് 21 പാരീസിലാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഫിഫ എന്ന ഫ്രഞ്ച് പേര് എന്തുകൊണ്ടാണ് വന്നത് എന്നത്. 1904 ഫിഫ സ്ഥാപിക്കപ്പെട്ടപ്പോൾ, അത് പാരീസിലാണെന്നറിയാമല്ലോ, ഫ്രഞ്ചിലെ. ഫ്രഞ്ച് ഭാഷയായിരുന്നു അന്താരാഷ്ട്ര നയതന്ത്രത്തിൻ്റെയും കായിക സംഘടനകളുടെയും പ്രധാനമായ ഭാഷ. ആയതിനാൽ തന്നെയാണ് സംഘടനയ്ക്ക് ഫ്രഞ്ച് പേര് വന്നത്. 211 രാജ്യങ്ങളാണ് ലോകകപ്പ് ഫുട്ബോളിൽ അംഗത്വമുള്ളത്, ഫിഫയിൽ അംഗത്വമുള്ളത്. അപ്പോൾ നിങ്ങൾ കരുതും, UN രക്ഷാസമിതിയിൽ 196 രാജ്യങ്ങളല്ലേ ഉള്ളൂ എന്ന്. അതായത് 193 രാജ്യങ്ങളാണ്. 2 രാജ്യങ്ങൾ സ്വയംഭരണ രീതിയിലും 1 രാജ്യം അത് വത്തിക്കാൻ കൂടി കൂട്ടുമ്പോൾ 196 രാഷ്ട്രങ്ങളാണ് UN-ലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് 211 വരുന്നത്? അത് നിങ്ങളുടെ സംശയമാണ്. ഞാൻ ഉത്തരം തരാം. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ഈ 211 രാജ്യങ്ങളുള്ളപ്പോൾ ആദ്യം 1904 ഫ്രഞ്ചിൽ വെച്ച് അല്ലെങ്കിൽ ഫ്രാൻസിൽ വെച്ച് ഇത് സ്ഥാപിക്കപ്പെട്ടപ്പോൾ എത്ര രാജ്യങ്ങൾ കാണും? ഈ സ്ഥാപക രാജ്യങ്ങളായി ഫ്രാൻസ്, ബെൽജിയം, ഡെൻമാർക്ക്, നെതർലൻഡ്സ്, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്. ഇത്ര പേര് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 211 രാജ്യങ്ങളായി. UN-ൽ 196 രാജ്യങ്ങളല്ലേ? എങ്ങനെയാണ് ലോകകപ്പിൽ 211 രാജ്യങ്ങൾ വരുന്നത് എന്നത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം ലോകകപ്പിലെ
അംഗരാഷ്ട്രങ്ങൾ, ഫിഫയിലെ അംഗരാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ, അംഗങ്ങളായ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ 196. ആക്ച്വലി യുണൈറ്റഡ് നേഷൻസിൽ 193 രാജ്യങ്ങളാണ് ഉള്ളത്. അതിൽ 2 ഒബ്സർവേഷൻ രാജ്യങ്ങളാണ്. അതായത് 193 പ്ലസ് 2 ഒബ്സർവേഷൻ രാജ്യങ്ങൾ, പിന്നെ വത്തിക്കാൻ ചേർത്തിട്ട് മൊത്തം വരുന്നത് 196 രാഷ്ട്രങ്ങളാണ്. എന്നാൽ ഫിഫയ്ക്ക് 211. ഫിഫയെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾ മാത്രമല്ല, ചില സ്വയം ഭരണ പ്രദേശങ്ങൾക്കും പ്രത്യേക ഫുട്ബോൾ അസോസിയേഷനുകൾക്കും അംഗത്വമുണ്ട്. ഇപ്പം നാം ഉദാഹരണത്തിന് UN-ൽ UK എന്ന് പറയുന്ന ഒരു രാഷ്ട്രമുണ്ട്. പക്ഷേ അവിടെ 4 ഫുട്ബോൾ അസോസിയേഷനുള്ള രാജ്യങ്ങളാണ്: ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് ആൻഡ് നോർത്ത് അയർലൻഡ്. അപ്പോൾ ഈ 4 രാജ്യങ്ങളും ചേർന്നാണ് യുണൈറ്റഡ് കിങ്ഡം രൂപപ്പെടുന്നത്. എന്നാൽ ഫുട്ബോൾ വരുമ്പോഴോ ഇവ വേർതിരിച്ച് ദേശീയ ടീമുകളുണ്ട്, വേർതിരിച്ച ഫിഫ അംഗത്വമുണ്ട്. അങ്ങനെയാണ് അവിടെ 1 എന്നുള്ളത് 4 ആയി. അതുപോലെ തന്നെയാണ് ഹോങ്കോങ്, ചൈനീസ് തായ്പേയ്, പ്യൂട്ടോ റിക്കോ എന്നിവയ്ക്കും സ്വന്തം ഫിഫ അംഗത്വമുണ്ട്. അപ്പോൾ UN രാജ്യങ്ങൾ 193 അല്ലെങ്കിൽ 196, എന്നാൽ ഫിഫ അംഗങ്ങൾ 211. ദേശീയ ഫുട്ബോൾ അസോസിയേഷനുകളാണ്. ഏകദേശം 195, 196 പരമാധികാര രാഷ്ട്രങ്ങൾ മാത്രമുള്ളപ്പോഴും ഫുട്ബോളിൽ 211 ദേശീയ ടീമുകൾ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഫിഫയെ ലോകത്തിലെ ഏറ്റവും വലിയ കായിക സംഘടനകളിൽ ഒന്നാക്കി മാറ്റുന്നതും അത് തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നാം ചെല്ലുന്നത് ഫിഫയെ പറ്റിയായിരുന്നു. ഫുട്ബോൾ ഉരുണ്ട് വന്നിരുന്ന തലങ്ങളിലൂടെയാണ് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്കല്ല എത്തുന്നത്. ഫുട്ബോളിന് ചുറ്റുമാണ് നാം കറങ്ങുന്നത്. ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഫിഫയെ പറ്റിയാണ്. ഫിഫ ഏതൊക്കെ രാജ്യങ്ങളിലാണ്? അടുത്തത് വരുന്നത് ലോകകപ്പിനെ പറ്റിയാണ്. ലോകകപ്പിൻ്റെ വിശേഷങ്ങളെ പറ്റിയാണ്. ലോകകപ്പ് എത്ര കിലോഗ്രാം ഗോൾഡാണെന്നുള്ളത്, ഏത് ക്യാരറ്റാണെന്നുള്ളത്, അത് എല്ലാവർക്കും തൊടാൻ കഴിയുന്ന ഒന്നാണോ ലോകകപ്പ് എന്നുള്ളത്. നമസ്കാരം, ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.